രോഗികളുടെ എണ്ണം കുറവുള്ള എറണാകുളം മട്ടാഞ്ചേരി ആശുപത്രിയിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമായി സർക്കാർ ചെലവഴിക്കുന്നത് ലക്ഷങ്ങൾ. തൊട്ടടുത്തുള്ള ഫോർട്ട് കൊച്ചി ആശുപത്രിയിൽ 100 കണക്കിന് രോഗികളെ ചികിത്സിക്കാൻ 2 ഡോക്ടർമാർ മാത്രമുള്ളപ്പോഴാണ് സർക്കാരിന്റെ ഈ പാഴ്ചെലവ്. മട്ടാഞ്ചേരി ആശുപത്രിയിൽ 4 ഡോക്ടർമാർക്കായി 9 ലക്ഷം രൂപ ശമ്പളം നൽകുമ്പോഴാണ് ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രി നട്ടം തിരിയുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന മട്ടാഞ്ചേരിയിലെ സർക്കാർ ആശുപത്രിയിൽ 4 ഗൈനക്കോളജിസ്റ്റുകളാണ് ഉള്ളത്. ഇവരുടെ ശമ്പളം ഏകദേശം 9 ലക്ഷം രൂപ. 4-5 പ്രസവങ്ങളാണ് ഒരു മാസം ഇവിടെ നടക്കുന്നത്. ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന അമിത ചെലവിനെ വരച്ചുകാട്ടുന്ന വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. ഒരു ഗൈനോപ്ലാസ്റ്റിക്കിന് 2,42,000, 2,20,000, 2,15,000, 2,18,000, 9 ലക്ഷം രൂപയോളം 4 പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് സർക്കാർ. ഈ ശമ്പളം കൊടുക്കുന്നതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കണില്ല. ഇവിടുത്തെ സൂപ്രണ്ട് ആണ് ഈ കാര്യം ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ കുറയുന്നു എന്നുള്ള ചോദ്യങ്ങൾ മാസങ്ങളായി ചോദിക്കാൻ തുടങ്ങിയിട്ടും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ ഡയറക്ടറിനും എല്ലാം പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയോ അതിന് പരിഹാരമോ ഉണ്ടാകാറില്ല. DMO പല പ്രാവശ്യം ഇതിനുവേണ്ടി DMOക്ക് ലെറ്റർ അയച്ചിട്ടുള്ളതാണ്. തൊട്ടടുത്തുള്ള ഫോർട്ട് കൊച്ചി ആശുപത്രിയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഉള്ളത് 2 ഡോക്ടർമാർ. ഇവരുടെ ശമ്പളം 2 ലക്ഷത്തിൽ താഴെ. മാസം 50-ലേറെ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർമാർക്കാണ് ഈ അവസ്ഥ. 152 സ്റ്റാഫുടെ 2 ഗൈനോക്കോളജിയുള്ള 2,80,000 ശമ്പളം 2 പേർക്കും കൂടി. അവിടെ നടക്കുന്ന പ്രസവം ഒരു മാസം 55 പ്രസവം വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് അവിടെ രോഗികൾ ചെല്ലുന്നുണ്ട്, അവിടെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് ഇവിടെ വരാത്തതിൻ്റെ കാരണം ഇവിടെ ഇവർ അതിനനുസരിച്ച് പരിപാലനം ചെയ്യണില്ല, അതുകൊണ്ട് ഭയപ്പെടുന്നുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അമിത ചെലവാണ് ഇതുവഴി ആരോഗ്യവകുപ്പിനുണ്ടാകുന്നത്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയുടെ കരാർ കഴിഞ്ഞിട്ടും അധികാരികൾക്ക് അനക്കമില്ല. ഫോർട്ട് കൊച്ചിയിലാകട്ടെ ഇതുവരെ പദ്ധതി നടപ്പിലാക്കിയിട്ടുമില്ല. പ്രശ്നപരിഹാരത്തിനായി ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. ജനകീയ ബജറ്റിനെയും ആരോഗ്യവകുപ്പിനെയും എല്ലാം നമ്മൾ പൊക്കി പറയുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ വിസ്മരിച്ചു പോവുകയാണ്. ഇത്തരം അമിത ചെലവുകൾ വരുത്തിവെക്കുന്ന കടബാധ്യതകളും നമ്മൾ അറിയാതെ മറന്നുപോകുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ മുഹമ്മദിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.